നമസ്കാരം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഹാർഡ്വെയറിനെ കുറിച്ചാണ് അല്ലെ, മെമ്മറിയെ കുറിച്ചും ഹാർഡ്വെയറിനെ കുറിച്ചും ഒക്കെ. രണ്ടാമത്തെ ചാപ്റ്റർ ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാലോ. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററിന്റെ തുടർച്ചയാണ്, അടുത്ത പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ എന്താണ്, മെമ്മറിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ കാണുക. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. രണ്ടാമത്തെ ചാപ്റ്റർ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളായിട്ട് മുൻ ക്ലാസ്സുകൾ കണ്ടിട്ട് വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ചാണ് അല്ലെ. കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ഡിവൈസ് ഉണ്ടെന്നറിയാം, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടെന്നറിയാം, പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടെന്നറിയാം. ഇതെല്ലാം അറിയാലോ, ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അത് കണ്ടിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, അടുത്ത ക്ലാസ്സുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കാര്യമൊക്കെ നോക്കാനാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ ആരും മടിക്കരുത്. പിന്നെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ സബ്ജക്ട് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു യൂസറിന് കമ്പ്യൂട്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന ഇൻപുട്ട് ഡിവൈസ് വഴിയും കമ്പ്യൂട്ടർ ഡേറ്റ പ്രോസസ് ചെയ്തിട്ട് തിരിച്ചു നൽകുന്ന എന്ത് വഴിയാണ്? ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ്. അതായത് ഇൻഫർമേഷൻ തിരിച്ചു നൽകുന്ന എന്ത് വഴിയാണ്? ഔട്ട്പുട്ട് ഡിവൈസ് വഴിയാണ്. അതിനുവേണ്ടിയാണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഡിവൈസ് ഉണ്ടോ? ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. ഇൻപുട്ട് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ഡേറ്റ ഇൻടു എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലെ. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. എക്സാമ്പിൾസ് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. കാര്യം പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് ഡിവൈസിന്റെ പേര് എന്നിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്ന എക്സാമ്പിൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് രജിസ്റ്റർ ആയിക്കോളൂ. എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഇൻപുട്ട് ഡിവൈസ് ആദ്യം തന്നെ കീബോർഡിനെ കുറിച്ച് നോക്കാം. കീബോർഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീബോർഡാണ്. കമ്പ്യൂട്ടർ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കീബോർഡാണ്. അപ്പൊ കീബോർഡിന് പല ടൈപ്പ് കീ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കീബോർഡിന്റെ വ്യത്യസ്ത ടൈപ്പിലുള്ള കീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനുള്ള ആൽഫബറ്റിക് കീസ്, അല്ലെങ്കിൽ അതിന് നോർമൽ കീസ് എന്നാണ് പറയുന്നത്. അതേപോലെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനുള്ള ന്യൂമറിക് കീസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് നമുക്ക് കീബോർഡിൽ കാണാൻ കഴിയും. അപ്പം ആദ്യം പറഞ്ഞ എന്താണ്? കീബോർഡ് ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് അല്ലെ. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് കീബോർഡ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് 1986 അമേരിക്ക അല്ലെങ്കിൽ US ഇത് പുറത്തിറക്കുമ്പോൾ അതിനകത്ത് 101 കീ ആയിരുന്നു. സ്റ്റാൻഡേർഡ് ഒരു കീബോർഡിൽ എത്ര കീ ഉണ്ടെന്ന് ചോദിച്ചാൽ 101 കീ ആണ്. പിന്നീട് ഈ കീബോർഡ് പല കീ ആഡ് ചെയ്ത് മൾട്ടിമീഡിയ കീസ്, അങ്ങനെ ഒരുപാട് കീസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് പല കീബോർഡിലും നിങ്ങൾ എണ്ണുമ്പോൾ ചിലപ്പോൾ കീ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് കീബോർഡിൽ 101 കീ ആണ് ഉള്ളത്. അതേപോലെ കീബോർഡ് ലേഔട്ടിനെ വിളിക്കുന്ന ഒരു ക്വാർട്ടി കീബോർഡ് എന്നാണ്. അത് എന്തുകൊണ്ടാണ് ഈ ക്വാർട്ടി, QWERTY ക്വാർട്ടി? അത് നിങ്ങളുടെ കീബോർഡിന്റെ ലെറ്റർ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കുക. അല്ലെ, ഏറ്റവും മുകളിലത്തെ ആൽഫബറ്റ് ലെറ്റേഴ്സ് എന്ന് അറേഞ്ച് ചെയ്യുന്നത് QWERTY എന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് അതിനെ ക്വാർട്ടി കീബോർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് കീബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. കീബോർഡ് ഒരു മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഒരു 90% കമ്പ്യൂട്ടറുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയായിരിക്കും എന്ന് പറയുന്നത് കീബോർഡ് എന്ന് പറയുന്നത്. മൗസിനെ കുറിച്ചും നമുക്ക് അറിയാവുന്നതാണ്, കണ്ടിട്ടുള്ളതാണ്, ഉപയോഗിക്കുന്നതാണ് അല്ലെ. മൗസ് ഇസ് സ്മോളസ്റ്റ് ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. ഹാൻഡ് ഹെൽഡ് എന്ന് വെച്ചാൽ കയ്യിൽ ഒതുങ്ങി കയ്യിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. മനസ്സിലാവുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ കഴ്സർ ഓർ ഇറ്റ്സ് മൂവ്മെന്റ് ഓൺ എ കമ്പ്യൂട്ടർ അല്ലെ. എന്താ, കമ്പ്യൂട്ടറിനകത്ത് ഒരു കഴ്സറിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മൂവ്മെന്റുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയും, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകളെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഒരു പ്രതലത്തിൽ, ഒരു പരന്ന പ്രതലത്തിനും ഫ്ലാറ്റ് സർഫസിന്റെ മുകളിൽ വെച്ചാണ് നമ്മളിത് മൂവ് ചെയ്യുന്നത് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ സ്ക്രീനിൽ ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കഴ്സർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൗസുകളുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പ് വരെ കാണുന്ന മൗസ് അതിന്റെ അടിയിൽ ഒരു ബോളൊക്കെ ഉണ്ടായിരുന്നു, തിരിച്ചു. പക്ഷെ ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ മൗസുകളും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മൗസുകളൊക്കെയാണ്. ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ് എന്നൊക്കെ പറയുന്ന പല മൗസുകളും അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്കൊന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൗസ് എന്താണ്, ലേസർ മൗസുകളാണ്.
അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ലാത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിന് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഒന്നും അത്ര പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ്, ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ഒക്കെ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സ്ക്രീനിലൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. അതായത് ഒരു പേന പോലെ ഇരിക്കും, ഇതിന്റെ അറ്റത്തൊരു വയർ ഉണ്ടാവും, ഇത് CPU കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ആ വര ആ സ്ക്രീനിൽ തെളിഞ്ഞു വരും, സ്ക്രീനകത്ത് തെളിഞ്ഞു വരും. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ബൈ എഞ്ചിനീയേഴ്സ്, ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ പണ്ട് കാലത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. അടുത്തത് ടച്ച് സ്ക്രീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ടച്ച് സ്ക്രീൻ. നമ്മുടെ മൊബൈലിന്റെ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ATM ചെല്ലുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന മോണിറ്ററിലുള്ള ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വെച്ചിരിക്കുന്ന ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ, എല്ലാം ടച്ച് സ്ക്രീൻ എന്താണ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടെ ഈ ഇൻപുട്ട് ഡിവൈസിന്റെ അടിയിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ട നമ്മൾ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ഡിവൈസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ചില ആൾക്കാർക്ക് വിചാരിക്കും ഇതിനകത്ത് ഔട്ട്പുട്ടും കാണിക്കുന്നില്ലേ, പക്ഷേ അതിന്റെ മുകളിൽ ഒരു ടച്ച് സ്ക്രീൻ ആണ് വെച്ചിരിക്കുന്നത്, അതൊരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇത് മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പ്യൂട്ടറുകൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലും ടാബ്ലറ്റുകളിലും അതേപോലെ ATMിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്തെന്ന് വെച്ചാൽ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഗ്രാഫിക് ടാബ്ലറ്റുകൾ എന്ന് പറയും. ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ലൈവായിട്ട് കാണിച്ചത്, കാര്യം ഞാൻ കണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതാണോ, ഇതൊരു ഗ്രാഫിക് ടാബ്ലറ്റ് ആണ്. ഒരു എന്താ പറയുന്നത്, ഒരു ഏരിയ ഉണ്ട്, ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ. ഈ ഏരിയയിലാണ് ഞാൻ എഴുതുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പേനയുണ്ട്, വ്യത്യസ്തമായിട്ടൊരു പേനയാണ്. ഈ പേനയ്ക്കകത്ത് 2 ബട്ടനൊക്കെ ഉണ്ട്, നിപ്പൊക്കെ കണ്ടു പേനയുടെ. അപ്പം ഇങ്ങനെയുള്ളൊരു പേന, ഒരു വ്യത്യസ്തമായ ഒരു പെന്നാണ്. ഇതിനകത്ത് ഈ ഏരിയക്കകത്ത് ഞാൻ എഴുതുന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന എഴുത്തുകളൊക്കെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു, ഒരു പെന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരാം. കണ്ടോ, എഴുതുന്നൊക്കെ കാണിക്കുന്നുണ്ടോ, കണ്ടോ. അപ്പം അതേപോലെ തന്നെയാണ്. അപ്പം ഞാൻ എഴുതുന്ന എവിടെയാണ്, അതിനകത്താണ്. അപ്പം ഈ ഗ്രാഫിക് ടാബ്ലറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ അല്ലെ. ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഏരിയ ആണ്. അതിലൊരു പെന്നുണ്ട് അല്ലെ, പെൻ ദാറ്റ് വർക്ക്സ് വിത്ത് ഇറ്റ്. ഇതിനകത്ത് മാത്രമേ ഈ പെന്ന് വെച്ച് എഴുതാൻ പറ്റൂ, എനിക്ക് വേറെ എങ്ങും ഈ പെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഗ്രാഫിക് ടാബ്ലറ്റ് അലോസ് ആർട്ടിസ്റ്റ് ടു ക്രിയേറ്റ് ഗ്രാഫിക്. ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകൾക്ക് പടം വരയ്ക്കാനും അങ്ങനെയുള്ള എന്താണ് അതേപോലെ തന്നെ എന്താണ് മോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് ചിത്രങ്ങളുടെ മൂവ്മെന്റുകൾ വിത്ത് മോഷൻസ് ആൻഡ് ആക്ഷൻസ് സിമുലേറ്റഡ് ടു ട്രഡീഷണൽ ഡ്രോയിങ് ടൂൾസ്. നമ്മുടെ പഴയ കാലത്ത് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ പെൻ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കുന്ന ഒരു ഫീലോടുകൂടി ആർട്ടിസ്റ്റുകൾക്ക് വരയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രാഫിക്സ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ടച്ച് പാഡ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താണ്, എല്ലാ ലാപ്ടോപ്പുകളുടെയും കീബോർഡിന്റെ താഴെയായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ചെറിയൊരു ഏരിയ നമ്മൾ വിരൽ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടച്ച് ചെയ്ത് അല്ലെ, അതിന് താഴെ 2 ബട്ടൺ ഉണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. നമ്മുടെ മൗസിന്റെ ഉപയോഗം തന്നെയാണ്, എന്നാൽ ടച്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ടച്ച് പാഡ് എന്ന് പറയുന്നത് അല്ലെ. ഇതിനോട് ചേർന്ന് 2 ബട്ടൺ ഉണ്ടായിരിക്കും, നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി താഴെ തന്നെ 2 ബട്ടണും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ജോയിസ്റ്റിക്ക്, ഗെയിം കളിച്ചിട്ടുള്ളവർക്കും ഗെയിം കളിക്കുന്നവർക്കും ഒക്കെ അറിയായിരിക്കും. ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ കാറിന്റെ ഒക്കെ ഒരു ലിവർ പോലെ ഇരിക്കും, കാറിന്റെ ഗിയർ ലിവർ പോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണ് ജോയിസ്റ്റിക്ക്. നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റുകളെ സ്ക്രീനിൽ മൂവ് ചെയ്യിക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ ഓടിക്കുന്ന ഗെയിം ഒക്കെ ആണെങ്കിൽ നമ്മൾ കാറിനെ മുന്നോട്ട് മൂവ് ചെയ്യാൻ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്. ഇതിനകത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ് ഇത് നമുക്ക് അതേപോലെ തന്നെ വേറൊരു ഉപയോഗം വെച്ച് എന്താണ് ഇതിന്റെ ഈ റോബോട്ടുകൾ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഫോർ പ്ലേയിങ് വീഡിയോ ഗെയിംസ്, കൺട്രോളിംഗ് ട്രെയിനിങ് സിമുലേറ്റേഴ്സ് ആൻഡ് റോബോട്ട്സ്. റോബോട്ടുകളെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതിന് റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലായി. നമ്മുടെ ചെറിയ കാറുകളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പം ആ കാറിനോട് ചേർന്നൊരു വയർ കാണും, ആ വയറിന്റെ അറ്റത്ത് ഒരു ചെറിയ ഡിവൈസ് കാണും. അത് നമ്മളൊരു ചെറിയ കമ്പ് പോലെ ഇരിക്കും. അത് നമ്മൾ അങ്ങോട്ട് ചെന്ന് മൂവ് ചെയ്യുമ്പോൾ കാർ ഓടും വരും. അതൊക്കെ ഒരു ചെറിയ എക്സാമ്പിളായിട്ട് പറയാം. റോബോട്ടിന്റെ എക്സാമ്പിളൊക്കെ വലിയ എക്സാമ്പിളാണ്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്ക് എന്താ പറയുക തമ്മിൽ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ഒരു ഉപയോഗം അതുകൂടിയാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇതിന്റെ മുകളിൽ ഈ ലിവറിന്റെ മുകളിൽ ഒരു ബട്ടനൊക്കെ കാണും, നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാൻ വേണ്ടി, ഓരോ ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടനൊക്കെ കാണും. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, വായിച്ചു നോക്കുക. എന്നിട്ട് ഈ പറയുന്നത് കേട്ടിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണല്ലോ. മൈക്രോഫോൺ എന്താണ്, സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി അല്ലെ. സൗണ്ട് മൈക്രോഫോൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, നമുക്ക് ശബ്ദം ഇൻപുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ, ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് മൈക്രോഫോണുകൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മൈക്രോഫോണുകൾ സ്വീകരിക്കുന്ന അനലോഗ് ഡേറ്റയും അതിനെ പിന്നെ ഡിജിറ്റൽ ഡേറ്റ ആയിട്ട് മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് വലിയ സംഭവമൊന്നുമില്ല, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ചാണ്. എന്നാൽ മൈക്രോഫോൺ അനലോഗ് സിഗ്നലുകളാണ് സ്വീകരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അനലോഗ് വേവ്, ഇലക്ട്രിക് ഡിജിറ്റൽ വേവ്സ് എന്നൊക്കെ പറയാൻ സംഭവം. അത് ഒരു പ്രത്യേക തരംഗത്തിനൊക്കെയുള്ള വ്യത്യാസം, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല.
അപ്പം ഈ അനലോഗ് സിഗ്നലെ സ്വീകരിച്ച് ഡിജിറ്റൽ സിഗ്നൽ ആക്കിയാണ് ഇതിലേക്ക് പോകുന്നത്. ഈ മൈക്രോഫോൺ വഴി പോകുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന അനലോഗ് സിഗ്നലിനെയും പിന്നെ എന്താണ് ഡിജിറ്റൽ സിഗ്നലായിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതെന്നാണ് ഇത് പറയുന്നത്. അത്രയേ ഉള്ളൂ മൈക്രോഫോണിനെ കുറിച്ച്. മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ നമ്മൾ കണ്ടിട്ടുണ്ട് ഓഫീസുകളിലും കഫേ ഇന്റർനെറ്റ് കഫേയിലൊക്കെ ചില അക്ഷയ സെന്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി, ഫോട്ടോസ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി, അതായത് ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോയോ നമ്മുടെ കയ്യിൽ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റിന്റെ ഒക്കെ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ഇമേജ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. അതെടുത്ത് അതിന്റെ പ്രതലത്തിലേക്ക് വെക്കും, എന്നിട്ട് അടച്ചു വെക്കും, എന്നിട്ട് ഒരു ബട്ടൺ ഞെക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് തെളിഞ്ഞു വരും എന്താണോ അതിനകത്ത് വെച്ച്. അപ്പോൾ സ്കാൻ ചെയ്യുക ഇമേജുകളും ടെക്സ്റ്റുകളും ഒക്കെ പിക്ചറുകളൊക്കെ എന്താണ് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനകത്തിരിക്കുന്ന സാധനത്തെ ഡിജിറ്റലാക്കി കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ നിങ്ങൾ കണ്ടിട്ടില്ല. ഈ OMR അതിന്റെ ഫുൾ ഫോം കൂടെ നിങ്ങൾ എപ്പോഴും പഠിച്ചേക്കണം. OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്കിന് മിക്കവാറും ചോദിക്കാറുണ്ട് ഫുൾ ഫോം പോലെ. ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറഞ്ഞാൽ ചില പരീക്ഷകൾ എൻട്രൻസ് എക്സാമുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻട്രൻസ് എക്സാമുകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ PSC എക്സാമുകളിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ ഹാളിൽ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. അതിനോടൊപ്പം ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേക പ്രിന്റ് ചെയ്തിട്ടുള്ള പ്രത്യേക രീതിയിൽ പ്രിന്റ് ചെയ്തൊരു പേപ്പർ തരും. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ABCD എന്ന് പറഞ്ഞ് കാണും. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ആൻസർ ഷീറ്റ് രേഖപ്പെടുത്താനുള്ള ആൻസർ ഷീറ്റിലും എന്ത് വേണം, ഒന്നിട്ടിട്ടുണ്ടാവും. അതിനകത്ത് ABCD എന്ന് പറഞ്ഞ് എന്താണ് 4 ഓപ്ഷൻസ് കാണും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് B ആണെങ്കിൽ നമ്മൾ ഈ ആൻസർ ഷീറ്റിൽ ഒന്നിന് നേരെയുള്ള B ഇങ്ങനെ ബബിൾ ചെയ്യുക, കറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വട്ടം ഇട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ആ വട്ടം പൂർണ്ണമായിട്ട് കറപ്പിക്കും, ഒന്നിന് നേരെയുള്ള വട്ടം. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നു. അതിനനുസരിച്ചുള്ള ഏതാണ് ഓപ്ഷൻ നമ്മൾ ഈ ചോദ്യം നോക്കി മനസ്സിലാക്കിയിട്ട് ഈ പേപ്പർ ഒരു പ്രത്യേക രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ക്രീനിൽ കാണാൻ പറ്റുക പ്രിന്ററിന് ഇപ്പുറത്തേക്ക് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾ നടത്താൻ വേണ്ടി മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇത് OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഈ പേപ്പറുകൾ റീഡ് ചെയ്യണമെങ്കിൽ OMR വേണം. ഇങ്ങനത്തെ പേപ്പറുകൾ ഒരു പ്രത്യേക രീതിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ OMR ഷീറ്റ് ആർ നോർമലി യൂസ്ഡ് ടു ഇവാലുവേറ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻ കോമ്പറ്റീഷൻ എക്സാം. അല്ലെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് എസ്സേ ഒന്ന് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് ഉത്തരം എഴുതേണ്ട പരീക്ഷകൾക്കൊന്നും പറ്റത്തില്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സാമുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണ് ഈ OMR ഷീറ്റ്. അത് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അത് ഏത് കാറ്റഗറിയിൽ വരുന്നു? ഇൻപുട്ട് ഡിവൈസിന്റെ കാറ്റഗറിയിൽ വരുന്നു. അപ്പം ഇതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. അടുത്ത ബാർകോഡ് റീഡർ നിങ്ങൾ മിക്കവാറും കാണാറുള്ളതാണ്. ബാർകോഡ് റീഡർ നമ്മൾ എന്താണ് സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ എന്താ നമ്മൾ മിക്ക അല്ലെങ്കിൽ മറ്റു കടകളിലും ഒക്കെ ഇപ്പൊ കാണാറുള്ള ഒരു സാധനമാണ് ഇത് ബാർകോഡ് റീഡർ എന്ന് പറയുന്ന സാധനം. അല്ലെങ്കിൽ തുണിക്കടകളിലൊക്കെ കാണാറുണ്ട് ബാർകോഡ് റീഡർ. അല്ലെ, എന്താ പണ്ട് ഈ വിലയും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഓരോന്നും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് എന്താണ് ഈ കയ്യിലിരിക്കുന്ന ഈ സാധനം ഒന്ന് അതിലേക്ക് ഒരു ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ എന്താണ് ഈ കമ്പ്യൂട്ടറിനകത്ത് ആ കാര്യം എല്ലാം തെളിഞ്ഞു വരും, ഏതാ പ്രോഡക്റ്റ് എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അതാണ് ബാർകോഡ് റീഡർ. അല്ലെങ്കിൽ QR റീഡർ എന്ന് വെച്ചാൽ എന്താണ്, ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് മറ്റൊരു ബാർകോഡ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു കാര്യം. തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ ബാർകോഡിനകത്ത് ആ വെർട്ടിക്കൽ ലൈനുകളാണല്ലോ. ബാർകോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ ഇട്ടിരിക്കുന്ന കുറെ ലൈനുകളാണ്. ആ കോഡ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്താ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ മാത്രമാണ്, ഒരു വലിയ നമ്പർ മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ QR കോഡ് ഉപയോഗിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഇതൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ ഇതൊക്കെ കാണാൻ പറ്റും. നമ്പേഴ്സ് മാത്രമല്ല, പേരും കാര്യം ലെറ്റേഴ്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഏതിനകത്ത് പറ്റും? QR സ്കാനറിനകത്ത് പറ്റും. QR സ്കാനറിനകത്ത് പറ്റും. അതുകൊണ്ട് തന്നെ QR സ്കാനർ ബാർകോഡിനേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ QR സ്കാനർ അല്ലെ QR കോഡുകളാണ്. ബുക്കുകളാണെങ്കിലും എല്ലാ ഡിവൈസുകളും QR കോഡുകൾ. കാര്യം എന്താണ്, കൂടുതൽ ഇൻഫർമേഷൻ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ QRന്റെ പ്രത്യേകത. ഇത് ബാങ്കുകളിൽ കാണപ്പെടുന്ന ഒരു മെഷീനാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. നമ്മുടെ ചെക്ക് ബുക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ ചെക്ക് ലീഫിന്റെ ഒക്കെ താഴെ ഒരു പ്രത്യേക രീതിയിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നമ്പേഴ്സ് കാണാം. നമ്മുടെ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഒരു പ്രത്യേക ഫോണ്ടിലാണ്, അത് പ്രത്യേക മഷി ഉപയോഗിച്ചാണ് അത് പ്രിന്റ് ചെയ്ത്, ഒരു അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾ ഉപയോഗിച്ചുള്ള ഒരു മഷിയാണ്, പ്രത്യേക ഫോണ്ടിലാണ്. അതായത് ആ ചെക്കിനുമായിട്ട് ബന്ധപ്പെട്ട അത് ഏത് ബാങ്കിലെ ചെക്കാണ്, ബ്രാഞ്ചിന്റെ കോഡായിരിക്കും, ചെക്കിന്റെ നമ്പർ ആയിരിക്കും, ബാങ്കിന്റെ കോഡും ഒക്കെ ഉള്ള ഒരു നമ്പറാണ് എഴുതിയിരിക്കുന്നത്. അത് ഈ ഒരു സ്കാനറിലേക്ക് വെക്കുമ്പോഴത്തേക്ക് MICR എന്ന് പറയുന്ന സ്കാനറിലേക്ക് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, ഈ സ്കാനർ ഇതിനെല്ലാം റീഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഒരാൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റ് കുറയ്ക്കാം. അതേപോലെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നടത്താനും പറ്റും. ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെർവ് ചെയ്യാൻ ബാങ്കുകാർക്കും പറ്റും. നമ്മൾ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ട കാര്യം. ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലെറ്ററൊക്കെ മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു നമ്പറൊക്കെ മാറിയാൽ വലിയ പ്രശ്നങ്ങളാണ്. കാര്യം ബാങ്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. മണിയൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് വേറെ അക്കൗണ്ടിലൊക്കെ ആയി പോയേക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ചെക്കൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ MICR റീഡർ എന്ന് പറയുന്നത്. ബയോമെട്രിക് സെൻസേഴ്സ് ബയോമെട്രിക് സെൻസേഴ്സ് നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ഈ ATM അതേപോലെ തന്നെ ഈ അക്ഷയ സെന്ററിലൊക്കെ അല്ലെങ്കിൽ ATMലൊക്കെ ചെല്ലുമ്പോൾ താഴെ ഇപ്പം ഒരു നമ്മുടെ കീ ടൈപ്പ് ചെയ്യുന്നതിന് താഴെ ഇങ്ങനെ വിരൽ പതിപ്പിക്കാനുള്ള കാര്യം അതൊരു ബയോമെട്രിക് സെൻസറാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ചില എയർപോർട്ടുകളിലൊക്കെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സെൻസേഴ്സ് അത് നമ്മൾ കാണാറില്ല, പലയിടത്തായിട്ട് അവർ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം. ഈ ക്രിമിനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ക്രിമിനൽ റെക്കോർഡിലുള്ളവരൊക്കെ ഈ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അലേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെ പല രീതിയിലുള്ള നമ്മുടെ ശരീരഭാഗത്തെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ സെൻസർ ചെയ്യാൻ വേണ്ടി അതിനാണ് ബയോമെട്രിക് സെൻസേഴ്സ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകളാണ്. അത് കമ്പ്യൂട്ടറിലേക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ, ഇപ്പോൾ കൈയുടെ ആ ഒരു ഇത് യുണീക്ക് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, തമ്പ് വെച്ച് പതിപ്പിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അതൊരു ബയോമെട്രിക് സെൻസറാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ബയോമെട്രിക് സെൻസർ എന്ത് തന്നെയാണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിനോട് കണക്ട് ചെയ്ത് പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. സ്മാർട്ട് കാർഡ് റീഡർ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ATM ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടി കടകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് ചിലപ്പോൾ സ്മാർട്ട് കാർഡ് റീഡർ. അതേപോലെ തന്നെ ഈ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പം നമുക്ക് ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരാൾ ചെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ അവിടുന്ന് തരുന്നത് എന്താണ്, ഒരു സ്മാർട്ട് കാർഡാണ് തരുന്നത്. നമ്മുടെ ഇൻഫർമേഷൻ മൊത്തം ആ കാർഡിലുണ്ട്. നമ്മൾ ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫയൽ എടുക്കുന്നതൊക്കെ എങ്ങനെയാണ്, ഇവരെ കാർഡ് കൊണ്ടുപോയി അവിടെ കാണിച്ചാൽ മതി. അപ്പോൾ റീഡറിനകത്തേക്ക് വെക്കും. അപ്പോൾ നമ്മുടെ ഈ ATM കാർഡൊക്കെ സ്മാർട്ട് കാർഡിന് ഉദാഹരണമുണ്ട്. കാര്യം ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ, ATM കാർഡും ഒക്കെ, ATM കാർഡ് മാത്രമല്ല മറ്റു കുറേ കാർഡുകളുണ്ട്. ഇതോടെ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന കാർഡുകൾ, ഇതെല്ലാം സ്മാർട്ട് കാർഡുകളാണ്. അപ്പം ഇങ്ങനെ ഈ കാർഡുകൾ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിനെ നമ്മൾ എന്താ പറയുന്നത്, സ്മാർട്ട് കാർഡ് റീഡർ എന്നാണ് പറയുന്നത്. സ്മാർട്ട് കാർഡുകൾ റീഡ് ചെയ്യുന്ന ഡിവൈസ്. അപ്പം ഈ ഡിവൈസും എന്ത് തന്നെയാണ്, ഇൻപുട്ട് ഡിവൈസിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിവൈസാണ്. ഡിജിറ്റൽ ക്യാമറ എന്താണ്, നമ്മൾ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നു, എന്നിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് ഒരു വയർ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഡിജിറ്റൽ ക്യാമറയ്ക്ക് ഒരു സ്റ്റോറേജ് ഉണ്ടാവും, അതിനകത്തേക്കാണ് ആദ്യം സ്റ്റോർ ആവുന്നത്. പിന്നെ നമ്മൾ എന്താണ്, വയർ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എന്താണ്, വീഡിയോസും ഇമേജസും ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതേപോലെ വെബ് ക്യാമറ ഉണ്ട്. വെബ് ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് സ്റ്റോറേജ് ഒന്നും കാണത്തില്ല. പക്ഷെ നമുക്ക് ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയും അല്ലെങ്കിൽ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയും കോൺഫറൻസുകൾ നടത്താൻ വേണ്ടിയൊക്കെ എന്താണ്, അതിനൊരു പ്രത്യേകിച്ച് സ്റ്റോറേജ് ഒന്നുമില്ല. ഡയറക്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്തതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, ഒരു ക്യാമറയാണ് ഇത്, വെബ് ക്യാമറ. അപ്പം ഇതെല്ലാം എന്താണ്, ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസുകളുടെ കാറ്റഗറി. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. കാര്യം ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. കൂടുതൽ അങ്ങ് പരീക്ഷയ്ക്ക് അങ്ങ് ആഴത്തിൽ പഠിക്കേണ്ട, കൂടുതൽ ഇൻഡെപ്തിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക, അതിന്റെ ഉപയോഗം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ കൂടുതൽ ഇതിനകത്തേക്ക് ഡെപ്തിലൊന്നും അറിഞ്ഞ് ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഇന്റേണൽ വർക്കിംഗ് അങ്ങനെ ഒന്നും വേണ്ട. എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടാത്തത് അവോയ്ഡ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ പോർഷനകത്തൊന്നും ഒരു പോർഷൻ പോലും ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല. കൃത്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കും. ഇൻപുട്ട് ഡിവൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിൽ ലീവേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഈ ചാപ്റ്റർ കുറച്ചുകൂടി നീണ്ടു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുക, ഒരു വട്ടം കാണുക, ഒന്നും കൂടെ കാണുക, മനസ്സിലാവുന്നില്ല, ഒന്നും കൂടെ കാണുക, മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ നോട്ടൊന്ന് തയ്യാറാക്കി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കുക. അപ്പം ഈ കാര്യം ഓക്കെയാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എന്താണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്താണ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ വീഡിയോയിലേക്ക് പറയാനുള്ളത്, ഞാനൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെലഗ്രാം ചാനൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിനകത്ത് ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പ് കിട്ടും കേട്ടോ, അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതേപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, അത് +1 മാത്രമേ അതിലേക്ക് വരാവുള്ളൂ. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർ മാത്രമേ ആ ഗ്രൂപ്പിലേക്ക് വരാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് എത്തുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും, ഇതിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസ്കഷനുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഗ്രൂപ്പിലായിരിക്കും. നോട്ട് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പ് വഴിയായിരിക്കും ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. ബാക്കി കാര്യങ്ങളും ബാക്കി എക്സാം ഓറിയൻറ്റഡ്. അപ്പോൾ ഇവിടെ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസ്സുകളൊക്കെ ഇവിടെ തന്നെ യൂട്യൂബിലൂടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എന്നാലും നമുക്ക് കുറേ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഓരോ ചാപ്റ്റർ വൈസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ മാർക്കിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഇത് മാത്രം ക്ലാസ് മാത്രം പോരല്ലോ. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കഷനും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിലായിരിക്കും, ആ ടെലഗ്രാം ചാനലിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർ മാത്രമേ ഇതിൽ ക്ലിക്ക് ചെയ്ത് വരാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഞാൻ മറ്റു വീഡിയോയുടെ താഴെ ഇപ്പോൾ +2ൻ്റെ ആണ്, +2ൻ്റെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഞാൻ +2ന് വേണ്ടി ആവശ്യമായ ലിങ്ക് ഇട്ടോളാം. അപ്പം ഓരോ അതിനനുസരിച്ചുള്ളവർ മാത്രമേ ഓരോരോ ഗ്രൂപ്പിൽ വന്നാൽ മതി, എങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.